ഞാൻ രേവതി നക്ഷത്രത്തെക്കുറിച്ചും ഭരണി നക്ഷത്രത്തെക്കുറിച്ചും ബാക്കി പറയാനുണ്ട്. രേവതി നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ രേവതി നക്ഷത്രത്തിലെ ഭരണി നക്ഷത്രക്കാർ അതുതന്നെ കല്യാണം നടന്നിട്ടില്ലെങ്കിൽ ആ കല്യാണം ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കണം. കാരണം നമസ്കാരം, ചില ദിവസങ്ങൾ ദുഃഖപൂർണമാണ്, കേൾക്കുന്നതും ദുഃഖപൂരിതമായിട്ടുള്ള കാര്യങ്ങളാണ്. ഏതെങ്കിലും മരണം നടക്കുന്നതിന് മുമ്പ് ചില ദുർലക്ഷണങ്ങൾ കാണും. ദുഃഖിപ്പിക്കുന്ന വാക്കുകൾ കേൾക്കുന്നതിന് മുമ്പ് കണ്ണുകൾക്ക് ചില ചലന വ്യത്യാസങ്ങളുണ്ടാകും. അമ്മൂമ്മയോടൊപ്പം കുട്ടിക്കാലത്ത് കഴിഞ്ഞ കാലത്ത് അമ്മൂമ്മ പറയും, എന്നെ കുട്ടാന്നാണ് വിളിക്കുന്നത്. എടാ കുട്ടാ, വലത് കണ്ണ് വല്ലാതെ തുടിക്കുന്നുണ്ട്, എന്താണ് വരാൻ പോകണമെന്ന് അറിഞ്ഞുകൂടടാ എന്ന് പറയും. എനിക്ക് കുട്ടിക്കാലത്ത് അത് മനസ്സിലായില്ല. ഒരു 5-6-7 വയസ്സ് വരെ അമ്മൂമ്മയുടെ കൂടെ ഉണ്ടായിരുന്നതാണ്, അച്ഛൻ്റെ മരണശേഷവും കുറച്ച് കാലവും. ഇപ്പോൾ വളർന്നപ്പോൾ ലക്ഷണശാസ്ത്രവും ആത്മീയമായ ചില കാര്യങ്ങളും തിരിച്ചറിഞ്ഞപ്പോൾ ഇതിനൊക്കെ കാരണങ്ങളുണ്ടെന്ന് മനസ്സിലായി. ഞാനിത് പറയാനുള്ളതിന് കാരണം 2 ദിവസം മുമ്പ് 24 ചാനലിലെ നമ്മൾ തമ്മിൽ നിന്ന് പ്രോഗ്രാമിനകത്ത് പങ്കെടുത്തു. നമ്മളൊക്കെ സ്വാമിമാരെല്ലാം അന്ധവിശ്വാസങ്ങൾ പടർത്തുന്നവരാണെങ്കിൽ സമൂഹത്തെ നശിപ്പിക്കുന്നവരാണെന്നും പ്രേതബാധകളെക്കുറിച്ച് പറഞ്ഞ് സമൂഹത്തെ ഇല്ലാതാക്കുന്നതും മനുഷ്യൻ്റെ മനസ്സില്ലാതാക്കുന്നവരും ഞങ്ങളെയൊക്കെ ഉടൻ തന്നെ വിലങ്ങിട്ട് ജയിലറുകളിൽ കൊണ്ടുപോകുന്നതൊക്കെ ആധുനിക ശാസ്ത്രത്തിൻ്റെ വക്താക്കൾ ഇന്ന് വാദോരാതെ സംസാരിച്ചു. അവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവരൊക്കെ ചെയ്യുന്ന മരുന്നിൻ്റെ പേരിൽ മരുന്ന് കൊടുത്ത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വരെ മരുന്നിന് കമ്മീഷൻ മേടിക്കുന്ന ഡോക്ടർ, ഈ കാലത്ത് ഡയബറ്റിക്കിൻ്റെ ഒരു ഡോക്ടറെ ഞാൻ വളരെ മുമ്പേ അറിയാം. അദ്ദേഹം ഒരു ഡയബറ്റിക്കിൻ്റെ ചെരുപ്പ് ഓർഡർ ചെയ്യുന്നവെന്ന് വരെ കമ്മീഷൻ മേടിക്കും. കമ്മീഷൻ എല്ലാ മേഖലകളിലും ഉണ്ട്. ബ്രോക്കർമാരെന്ന് പറയും ഇതിനകത്തൊക്കെ. ആധുനിക സയൻസ് പഠിച്ച മികച്ച നല്ല ഡോക്ടർമാർ നമുക്കുണ്ട്, ഇല്ലേ? മികച്ച ഡോക്ടർമാർ, ജീവിതം ത്യാഗപൂർണമായിട്ട് രോഗികൾക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യരുണ്ട്. സ്വന്തം ജീവിതം പണയം വെച്ചിട്ടുള്ള RCCയിലുണ്ടാകുന്ന കൃഷ്ണൻ നായർ സാറിനെ പോലുള്ള എത്രയോ വലിയ ഡോക്ടേഴ്സ്മാരുണ്ട്. ഇന്നലെ ആ പരിപാടിയിൽ പങ്കെടുത്ത 24 ന്യൂസിൽ പങ്കെടുത്ത ചില ഡോക്ടേഴ്സ് എന്ന് അവകാശപ്പെടുന്ന ചിലർ ഹൈന്ദവ ആത്മീയതയെ മുഴുവൻ അടച്ചാക്ഷേപിച്ചുകൊണ്ട് പഠിച്ചു വെച്ച ചില കാര്യങ്ങൾ, ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളവർ, ബ്രിട്ടീഷുകാർ പഠിച്ചു വെച്ച കുറേ പുസ്തകങ്ങൾ, ആധുനിക സയൻസിൻ്റെ കുറേ നിഗമനങ്ങളെല്ലാം കാണാതെ പഠിച്ചു വെച്ചുകൊണ്ട് മനുഷ്യൻ്റെ തലച്ചോറിലുണ്ടാകുന്ന രാസപ്രവർത്തനത്തിൻ്റെ വ്യതിയാനമാണ് പ്രേതബാധകളെന്നും ലൈറ്റിൻ്റെ പ്രകാശം വന്നു കഴിഞ്ഞാൽ പ്രേതബാധകളൊക്കെ ഇല്ലാതായെന്നും അതിൽ ചിലരൊക്കെ എല്ലാ ദിവസങ്ങളിലും എല്ലാ പരിപാടികളിലും പങ്കെടുത്തുകൊണ്ട് ആത്മീയതയുടെ പേരിൽ കാണിക്കുന്ന ആത്മീയതയാണ്, ഈ ആത്മീയത മുഴുവൻ ചൂഷണമാണെന്ന് കാണിച്ചുകൊണ്ട് യൂട്യൂബ് ചാനലുകളിൽ വന്നിരുന്ന് യൂട്യൂബ് ചാനലുകളിൽ പണം ഉണ്ടാക്കി ജീവിക്കുന്ന സ്വാമിയും സന്യാസിയും എല്ലാവരും മേശവർ എല്ലാ മേഖലകളിലും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറെക്കുറിച്ച് പറഞ്ഞില്ലേ, കലാമൂർത്തി റോഡിലൂടെ ഒരു ഡോക്ടറെക്കുറിച്ച്. അദ്ദേഹത്തിന് പ്രമേഹവുമായിട്ട് ഒരു ബന്ധമില്ല, അതിൻ്റെ ചികിത്സയും പാടില്ല. അദ്ദേഹം ഈ പ്രമേഹത്തിൻ്റെ ഒരു മരുന്ന് 12,000 രൂപയ്ക്ക് ഒരു മാസത്തെ മരുന്ന് ഒരു പ്രാവശ്യം എടുക്കുന്നതിന് മേടിക്കുകയും ദന്ത ഡോക്ടറുടെ എന്തോ ഒരു സർട്ടിഫിക്കറ്റേ പുള്ളിക്കുള്ളൂ. അത് നഗരത്തിൻ്റെ ഒഴിഞ്ഞ കോണിൽ വന്നിരുന്ന് ലക്ഷക്കണക്കിന് ഉണ്ടാക്കുന്ന ഒരു ഡോക്ടറെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ എല്ലാ ഡോക്ടർമാരും മോശമാണെന്നല്ല പറയുന്നത്. ഡോക്ടറെ സമൂഹം ആദരിക്കുകയും ബഹുമാനിക്കുകയും ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായിട്ട് കാണേണ്ടവരാണ്. പക്ഷേ ഇന്നലെ ആ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം 2 ദിവസം രാത്രി ഒരുപാട് പേര് എന്നെ വിളിച്ചു, സ്വാമി എന്തിനാണ് ഈ പരിപാടിക്ക് പോയത്. പക്ഷെ ഞാനത് പറയാനുള്ളത് പറഞ്ഞു. ആൾക്കാരെ അടച്ചാക്ഷേപിക്കുന്ന വിധത്തിൽ ഹൈന്ദവ ആത്മീയാചാര്യന്മാർ മുഴുവൻ, ഹൈന്ദവതയിൽ നിൽക്കുന്നവർ മുഴുവൻ തന്നെ ജനങ്ങളെ പറ്റിച്ചും വഞ്ചിച്ചും ജീവിക്കുന്നവരാണെന്നും പ്രേതപുസ്തകങ്ങൾ ഒരുപാട് പ്രേതാനുഭവങ്ങളുള്ള ആളാണ്. പ്രേതപുസ്തകങ്ങൾ അത് ഇവരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യവുമില്ല, സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. മരണാനന്തര ജീവിതത്തിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുള്ള ഒരാളാണ്. അത് ആരെയും ബോധ്യപ്പെടുത്തി ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഞാനത് ആ അനുഭവങ്ങൾ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാത്തവർക്ക് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ അടുത്ത് വരുന്ന 1000കണക്കിന് 10,000കണക്കിന് ആൾക്കാർക്ക് ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇതൊന്നും അന്ധവിശ്വാസങ്ങളാണോ എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന പലരും തലയെ മുണ്ടിട്ടുകൊണ്ട് വന്ന് സ്വാമി എനിക്ക് വീട്ടിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ അറിവുകളും നമുക്ക് നല്ല പോലെ ഉണ്ട്. ഞാനിത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എല്ലാ മേഖലകളിലും തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ
മനുഷ്യൻ അറിയാതെ കടന്നു പോകുന്ന വഴികളിലൂടെ ഉള്ള ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. രാവിലെ ഞാൻ മുകളിലത്തെ നിലയിൽ താഴോട്ടിറങ്ങി വരുമ്പോൾ ടീച്ചർ അതിദുഃഖിതയായിട്ട് പൊട്ടിക്കരയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ടീച്ചർ അങ്ങനെ കരയാറില്ല, ഭയങ്കര മനക്കരുത്തുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. എനിക്ക് തന്നെ ഞാൻ ചിലപ്പോൾ എൻ്റെ ശക്തി ചോർന്നു പോകുമ്പോൾ ടീച്ചറെ ധൈര്യം തരുന്ന ഒരാളാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഒരു ആൻറ്റി മരിച്ചു പോയതായിട്ട് പറഞ്ഞു. ഞാൻ കല്യാണം കഴിക്കുന്ന സ്ഥലത്ത് 10-12 വർഷങ്ങൾക്ക് മുമ്പ് ടീച്ചർ വിവാഹിതയായിരുന്നില്ല, ഞാൻ വിവാഹിതനായിരുന്നു. അപ്പോൾ ഞാൻ ഡൈവോഴ്സ് ചെയ്ത് നിൽക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ടീച്ചറിൻ്റെ കൂടെ എല്ലാം തന്നെ സുഹൃത്തുക്കളായിട്ട് ഉണ്ടായിരുന്നതെല്ലാം ഒരു 50-60 വയസ്സ് പ്രായമുള്ള 60-65 വയസ്സ് പ്രായമുള്ള വാർദ്ധക്യമെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എന്നോ സൗന്ദര്യമുണ്ടായിരുന്ന എന്നാൽ ഇപ്പോഴും ആ സൗന്ദര്യം നശിച്ചു പോകാത്ത ചില അമ്മമാരെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ടീച്ചറുടെ സൗഹൃദങ്ങളെല്ലാം അവരുമായിട്ടായിരുന്നു. എന്നെ വിവാഹം കഴിക്കുന്ന കാര്യത്തിലൊക്കെ അവർ ടീച്ചറെ വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുമ്പോൾ വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോഴൊക്കെ തന്നെ ടീച്ചറും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിവാഹം കഴിക്കണമെന്നും ടീച്ചറുടെ ജീവിതത്തിൽ ഒരു നല്ല പുരുഷൻ വരണം എന്ന് പ്രാർത്ഥിച്ചെന്നവരുമാണ്. നല്ല പുരുഷനാണോ എന്നൊക്കെ ചോദിച്ചാൽ അതിന് ഉത്തരം ഞാനല്ലോ പറയേണ്ടത്. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സമാധാനവും ശാന്തിയുമായിട്ട് ജീവിക്കുന്നൊരു കാലഘട്ടമാണ്. നല്ല പുരുഷൻ എന്ന് പറയുന്നത് മദ്യപിക്കാത്തതും സ്ത്രീ ബന്ധങ്ങളില്ലാത്തതും അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യത ഇല്ലാത്തതോ അല്ലെങ്കിൽ സ്ത്രീയെ പീഡിപ്പിക്കുന്നതോ ഒക്കെ ആണല്ലോ. അല്ല, അങ്ങനെയുള്ള പുരുഷന്മാരാണ് മോശം പുരുഷന്മാരും. സമാധാനമായിട്ട് ജീവിക്കുന്നവരും പെണ്ണിൻ്റെ മനസ്സറിഞ്ഞ് ജീവിക്കുന്നവരും നല്ല പുരുഷന്മാരാണെന്നൊക്കെയാണല്ലോ സങ്കല്പം. എന്തായാലും ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ ഇത്തിരി കോപാകുലനായിട്ടൊക്കെ സംസാരിക്കുമെങ്കിൽ പോലും ഞാനങ്ങനൊരു മോശം പുരുഷനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കലശലായിട്ടുണ്ട്. കണ്ണിന് മൊബൈലൊന്നും നോക്കാനുള്ള യാതൊരു നിവൃത്തിയില്ല. കണ്ണിന് നല്ല പ്രശ്നമുണ്ട്. അവൻ്റെ പുസ്തകങ്ങളൊക്കെ എഴുതാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതിങ്ങനെ മാറി വരുന്നതേ ഉള്ളൂ. മൊബൈൽ നോക്കാനേ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ഒരു അമ്മ, ഒരു സുഹൃത്ത്, ടീച്ചറിൻ്റെ സുഹൃത്ത് മരണപ്പെട്ടു. എല്ലാ മരണവും തന്നെ വേദനകൾ തന്നെയാണ്. എല്ലാ മരണവും വേർപാടുകൾ. ഞാൻ ഒരിക്കലും ദീർഘകാലം ജീവിക്കുമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. എല്ലാവരും ഇന്ന് കാണുന്നവരെ നാളെ കാണുമെന്ന് വിചാരിക്കുന്ന ആളുമല്ല. ഇപ്പോൾ നമ്മൾ കാണുന്നു എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റൂ. നമ്മളെല്ലാവരും അങ്ങനെ വേണം ചിന്തിക്കാൻ. 10 വർഷം കഴിഞ്ഞ് കാണാം, 20 വർഷം കഴിഞ്ഞ് നമുക്ക് ലൈഫ് ഇൻഷുറൻസിൽ നിന്ന് നമുക്ക് ഇത്ര ലക്ഷം രൂപ കിട്ടും, അപ്പോൾ നമുക്ക് ഇന്നതൊക്കെ ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്നതൊക്കെ അബദ്ധമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നു. ഹൃദയത്തിൻ്റെ ചലനം എപ്പോൾ വേണമെങ്കിലും നിലയ്ക്കാം, എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു അപകടമുണ്ടാകാം, എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ജീവിതം അവസാനിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ടീച്ചറിനോട് പറയുമ്പോൾ ടീച്ചർ എന്നെ നിരുത്സാഹപ്പെടുത്തും. സ്വാമി, അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ മരണത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കും. ഓരോരുത്തർ എനിക്കറിയാവുന്ന നിരവധി പേർ ഈ ഭൂമിയിൽ നിന്ന് പോയിട്ടുണ്ട്. പക്ഷേ ദുഷ്ടപ്രവൃത്തി ചെയ്ത മനുഷ്യരെ ഒരുപാട് വേദനിപ്പിക്കുന്നവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ദൈവം അങ്ങനെയാണ്. ദുഷ്ടനെ പന പോലെ വളർത്തും. അവൻ്റെ പതനം അവൻ്റെ മക്കളിലൂടെയാണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അത് പന പോലെ വളർത്തും. ദുഷ്ടന്മാരെ പന പോലെ വളർത്തുക തന്നെ ചെയ്യും. ഒരുപാട് ദുഷ്ടന്മാർ ഈ സമൂഹത്തിൽ പന പോലെ വളരുന്നു എന്നതിൻ്റെ എൻ്റെ മുമ്പിൽ ഒരുപാട് തെളിവുകളുണ്ട്. ഞാൻ അവരെ കാണാറുമുണ്ട്. ഞാൻ പിന്തിരിഞ്ഞ് നടക്കാറുമുണ്ട്. ഞാനിത് പറയുന്നത് നമ്മളൊക്കെ തന്നെ ചിന്തിക്കേണ്ട നമ്മുടെ ഒരാളെ ഇന്നിപ്പോൾ രാവിലെ ദുബായിൽ നിന്ന് ഒരു സുഹൃത്ത് വിളിച്ചു. അദ്ദേഹം ഭക്ഷണം കൊടുത്ത് ഒപ്പം വളർത്തിക്കൊണ്ടുവരുന്ന ഒരാൾ ചതിച്ചിട്ട് പോയതാണ്. അദ്ദേഹത്തിൻ്റെ ആ ഗദ്ഗതമായ സൗണ്ടിന് ഞാൻ സമാധാനിപ്പിച്ചു. കുഴപ്പമില്ല സ്വാമി, അവൻ തിരിച്ചു വന്ന് എൻ്റെ കുടുംബത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഒന്നും സംഭവിക്കില്ല. അങ്ങനെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നശിക്കുന്നവരല്ലോ. നിങ്ങൾ സത്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നാശം സംഭവിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ ഇതിലേക്ക് തിരിച്ചു വന്നാൽ ആ മരണത്തെക്കുറിച്ച് പറഞ്ഞാൽ, ഞാനൊരിക്കൽ ആ അമ്മയെ പരിചയപ്പെട്ടു. ഇന്ന് മരണപ്പെട്ടു പോയ അവരുടെ ഒരു വീടുമായിട്ട് ഞാനൊരിക്കൽ അവരുമായിട്ട് യാത്ര ചെയ്യുമായിരുന്നു. അവരൊരു ഉയർന്ന തലത്തിൽ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥയായിരുന്നു. കാണാനെല്ലാം നല്ല, എന്നോ ഒരിക്കൽ ഒരു സിനിമാ താരത്തെ പോലും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള സൗന്ദര്യമുണ്ടാകുന്ന ഒരു സ്ത്രീയും നല്ല അടക്കമുള്ള വിനയമുള്ള സ്ത്രീയുമാണ്. അവരുടെ ജീവിതത്തിൽ എനിക്ക് ലക്ഷണശാസ്ത്ര പ്രകാരം തന്നെ അവർക്കൊരിക്കലും ഒരു ഉത്തമമായ ദാമ്പത്യമുണ്ടെന്ന് തോന്നിയിട്ടുള്ള സ്ത്രീയെയല്ല. ഞാൻ ടീച്ചറിനോട് ചോദിച്ചു, ഈ അമ്മയുടെ ആ ചേച്ചിയുടെ ചേച്ചി എന്ന് വിളിക്കുന്ന, ആൻറ്റി എന്ന് വിളിക്കുന്ന അവരുടെ ഭർത്താവുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ടീച്ചർ അതിന് മറുപടി പറയാതിരുന്നിട്ട്, ടീച്ചർ അങ്ങനെയാണ് മറുപടി പറയാതിരുന്നിട്ട് എന്നോട് പറഞ്ഞു, അതൊരു വലിയ ദുഃഖമാണ് എന്ന് പറഞ്ഞു. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, വളരെ സന്തുഷ്ടമായി ജീവിച്ച ഒരു കുടുംബം, ഒരു പെൺകുട്ടി
ജനിക്കുന്നു, അവൾ വളരുന്നു, അവൾ ഋതുമതിയാകുന്നു, അവൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകുന്നു, വീട്ടുകാർ പറയുന്ന ഒരു പുരുഷനെ വിവാഹം കഴിക്കുന്നു, അവളെ തീവ്രമായി സ്നേഹിക്കുന്നു, അവർക്ക് നല്ല സന്താനങ്ങൾ ജനിക്കുന്നു. ഉത്തമമായി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ ചിലത് വ്യത്യസ്തമായ സ്വഭാവങ്ങൾ കൊണ്ട് അകന്നു പോവുകയും ചിലർ ദൃഢമായിട്ട് ആത്മബന്ധം, രണ്ട് ശരീരവും ഒരു മനസ്സുമായി ജീവിക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. പക്ഷേ പൂർവ്വജന്മ ദോഷം, എപ്പോഴും ഞാൻ പൂർവ്വജന്മത്തെക്കുറിച്ച് പറയും, പൂർവ്വജന്മ ദോഷം കൊണ്ടാകാം ഒരു വിരക്തി വരും ഒരാൾക്ക്. അങ്ങനെ ഈ ആൻറ്റിയുടെ, ഇന്ന് മരണപ്പെട്ടു പോയ ആൻറ്റിയുടെ ഭർത്താവ് അവരെ ഒരു ദിവസം അവരുടെ ആ ഓഫീസിലേക്ക് കൊണ്ടുവിട്ടതിന് ശേഷം അവർ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് അദ്ദേഹം അവരെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ആ ഒരു സിനിമയിലൊക്കെ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ കാണാം, ഇല്ലെങ്കിൽ ഒരു നല്ല ചിത്രകാരൻ വരയ്ക്കുന്ന പോലെ കാണാം. അങ്ങനെ ദൃഢമായി രണ്ട് കുട്ടികളുമായിട്ട് ജീവിച്ച ആൻറ്റിയുടെ ഭർത്താവ്, ആ സ്നേഹനിധിയായ മനുഷ്യൻ തീവ്രമായി സ്നേഹിച്ചിരുന്നതെന്ന് ഞാൻ പറയുള്ളൂ. എന്തുകൊണ്ടാണ് ഇദ്ദേഹം അവരെ ഉപേക്ഷിച്ചത് എന്ന് പറഞ്ഞാൽ അതൊരു അവസാനത്തെ നോട്ടമായിരുന്നു. ആ ആൻറ്റി ഇന്ന് മരണപ്പെട്ട ആൻറ്റി തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് അദ്ദേഹം അവരെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഒരു സ്കൂട്ടറിൽ നിന്നുകൊണ്ട് അവരെ ഇങ്ങനെ നോക്കി നിന്നാണ്. അത് അവരുടെ ജീവിതത്തിലെ അവസാനത്തെ നോട്ടമാണ്. പിന്നെ ഒരിക്കലും അദ്ദേഹം തിരിച്ചു വന്നിട്ടേയില്ല. അദ്ദേഹം എവിടെയാണ് പോയത് എന്നതിനെക്കുറിച്ച് അറിയില്ല. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യതയാണ്. DNA പോയിരുന്ന് പറയരുതെന്ന് ടീച്ചർ എന്നോട് പറഞ്ഞതാണ്. എന്നാലും ഞാൻ ഒരിക്കൽ അവരുടെ ഒരു നാട്ടിലേക്കൊരു വിഷയം ഉണ്ടായിരുന്നു. ഞാൻ ഈ ആൻറ്റിയുമായിട്ട് യാത്ര തിരിച്ചു മടങ്ങി വന്നപ്പോൾ എന്നോടൊപ്പമാണ്. ആ ആൻറ്റി ഇറങ്ങാൻ നേരത്ത്, ഞാൻ ഒന്നും സംസാരിക്കാതെ അവരിയ്ക്കുകയാണ്. ഇറങ്ങാൻ നേരത്ത് അവരെന്നോട് ചോദിച്ചു, സ്വാമി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഞാൻ പറഞ്ഞു, ചോദിക്കുക ആൻറ്റി, എന്താണ്? എൻ്റെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടോ? അതൊരു വലിയ ചോദ്യമാണ്. ഞാൻ ചോദിച്ചു, എന്താ ആൻറ്റി? അല്ല, അദ്ദേഹം മരണപ്പെട്ടു പോയെങ്കിൽ അദ്ദേഹത്തിന് ബലികർമ്മങ്ങൾ ചെയ്യണം. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് തെറ്റല്ലേ, അബദ്ധമല്ലേ? എനിക്ക് ചില ചോദ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ഉത്തരം മുട്ടിപ്പോവും. ഞാൻ ഉത്തരം മുട്ടിപ്പോയ ഒരു ചോദ്യമാണ്. എനിക്കതിന് ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞില്ല. കാരണം എനിക്കത് നോക്കാനും കഴിഞ്ഞില്ല. ഈ നോക്കിയാൽ അബദ്ധമാണെന്ന് പറഞ്ഞാൽ എനിക്ക് തെറ്റ് പറ്റാമല്ലോ. ഇതുവരെ തെറ്റൊന്നും പറ്റിയിട്ടില്ല, പക്ഷെ തെറ്റ് പറ്റാമല്ലോ. തെറ്റ് പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഞാനതിന് മറുപടി പറഞ്ഞില്ല. ഇന്ന് ആൻറ്റി മരണപ്പെട്ടു. ആൻറ്റിക്ക് ക്യാൻസർ ബാധയായിരുന്നു, മരണപ്പെട്ടു. ആ മരണം ഒരു ആഘാതമാണ്. കാരണം ഭർത്താവ് തന്നെ ഓഫീസിലേക്ക് കൊണ്ടുവിട്ടിട്ട് തന്നെ നോക്കിയിട്ട് എങ്ങോട്ടോ പോയി മറിഞ്ഞ ഭർത്താവ്, ഒരിക്കൽ പോലും അയാൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നറിയാത്ത ഭാര്യ, സ്നേഹിച്ചു പോയി അദ്ദേഹത്തെക്കുറിച്ച് ഓർത്തോർത്ത് ജീവിതത്തിൻ്റെ നല്ല ദിനങ്ങൾ മുഴുവൻ, ആ യൗവനം മുഴുവൻ കഴിഞ്ഞുപോയ ആ സ്ത്രീയെ അവർ വളർത്തി, രണ്ട് നല്ല മക്കളെ വളർത്തി വലുതാക്കി. എന്നിട്ട് അവർ ഇന്ന് മരണത്തിന് കീഴടങ്ങി. അവർ ചിലപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് അവർ പോകും. കാരണം അത്രയും തീഷ്ണമായി അവരുടെ ജീവിതത്തിൽ, നമ്മുടെ ഈ കാലം ലോകം മോശമല്ലേ, മറ്റൊരു പുരുഷനെക്കുറിച്ച് ചിന്തിക്കാതെ ജീവിതം മുഴുവൻ അവർ അവസാനം ശ്രീ രവിശങ്കറിൻ്റെ ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ജീവിച്ചത്. അങ്ങനെ ആ ഗുരുജിയിലേക്ക് അഭയം പ്രാപിച്ചാണ്. ഗുരുജിയുടെ അവിടെ അഭയം പ്രാപിച്ച ഒരുപാട് നല്ല സ്ത്രീകളെ എനിക്കറിയാം. ഒരുപാട് പേരുടെ അഭയകേന്ദ്രമായിരുന്നു. ടീച്ചറും വിവാഹം കഴിക്കുന്നവരവിടെയാണ്. ഇപ്പോഴും ടീച്ചർ ആ ഗുരുജിയുമായിട്ട് നല്ല ബന്ധമുണ്ട്. എന്നെ വിവാഹം കഴിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഒന്ന്, ഗുരുജിയുമായിട്ടുള്ള ആശ്രമവുമായിട്ടുള്ള ബന്ധം ഒരിക്കലും വേണ്ടാന്ന് പറയരുത്, ഞാൻ അത് സമ്മതിച്ചിട്ടുണ്ട് ഒരിക്കലും. പിന്നെ ടീച്ചറിൻ്റെ അമ്മയെ നോക്കണം, അത് രണ്ടും ഞാൻ ചെയ്തിട്ടുണ്ട്. മറ്റത് ഞാനിപ്പോഴും അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വേർപാട് ഭയങ്കരമാണ്. മറ്റൊന്ന്, അതെനിക്കിന്ന് വേദന ഉണ്ടാക്കിയതാണ്. ഒരു 12-1 മണിയായപ്പോൾ മറ്റൊരു ഫോൺ കോളാണ്. ഒരു പെൺകുട്ടി വിളിക്കുന്നു, സ്വാമി ഞാൻ ഒരുപാട് തിരഞ്ഞു സ്വാമിയുടെ നമ്പറിന്. ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് ഞാനീ പറയുന്നത്. ഞാൻ ഒരുപാട് തിരഞ്ഞു സ്വാമി. എൻ്റെ വേണ്ടപ്പെട്ട 2 കുട്ടികൾ അമേരിക്കയിൽ നിന്ന് വന്നു. അവർ ഇവിടെ വന്ന് കന്യാകുമാരിയിലേക്ക് പോയി. കന്യാകുമാരിയിൽ വെച്ച് അവർ കാണാതായി. അപ്പോൾ അവിടെ പോലീസിൽ പരാതി കൊടുത്തു. ഇന്നിപ്പോൾ 2ാമത്തെ ദിവസമാണ്. പിന്നെ അവരുടെ ഒരു ബാഗും പിടിച്ച് അവർ പോകുന്നത് മാത്രമേ ഉള്ളൂ. അവർ വിവേകാനന്ദ പാറയിൽ നിൽക്കുന്ന കുറേ ഫോട്ടോ എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ ഇനി അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞു. അവിടെയൊക്കെയാണ് നമ്മൾ സ്തംഭിച്ചു പോകുന്നത്, നിശ്ചലമാകുന്നത്. എനിക്കെന്ത് പറയണമെന്നറിയില്ല. കാരണം ഞാൻ അന്ന് വെള്ളത്തിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ലോറി ഒഴുകി വന്നപ്പോൾ എന്നോട് ആരോ ചോദിച്ചു ആ ലോറിയും അദ്ദേഹവും എവിടെയാണെന്ന്. അപ്പോൾ ഞാൻ ജലം എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇതിന് ഞാൻ മറുപടി പറഞ്ഞു, ഞാൻ ബൈബിൾ വെച്ച് ഫലം പറയുന്ന ഒരാളെന്നുള്ളതിൽ ഞാൻ പറഞ്ഞു, മോളെ ബൈബിൾ ഒന്ന് എടുക്കൂ എന്ന് പറഞ്ഞ ഒരു ഫലം വായിച്ചപ്പോൾ അതിൽ നദിയുമായിട്ട് ബന്ധപ്പെട്ട ചില
വാക്കുകളാണ് കിട്ടിയത്. 2, ഞാൻ ഒരിക്കൽ കൂടി ഒന്നുകൂടി എടുക്കാൻ പറഞ്ഞപ്പോൾ അത് ദൈവത്തിൻ്റെ ചിറകളിൽ അഭയം പ്രാപിച്ചതാണ് എന്ന് പറഞ്ഞു. ഈ സമയത്ത് പട്ടി ഓലിയിടുന്നത് പോലെ കേട്ടു. ഞാൻ പറഞ്ഞു, നായ് ഓലിയിടുന്നൊരു ശബ്ദം കേൾക്കുന്നു, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് ചോദിച്ചു. പറഞ്ഞു, സ്വാമി, ഇന്നലെ മുതൽ ഞങ്ങളുടെ വീട്ടിലൊരു നായ് കയറി കിടക്കുന്നു, അതിങ്ങനെ രാത്രിയാകുമ്പോൾ വല്ലാതെ ഓലിയിടുന്നു എന്ന്. ഇത് ലക്ഷണശാസ്ത്ര പ്രകാരം അത്ര അനുകൂലമല്ല. പക്ഷേ എൻ്റെ ഈ പ്രവചനം പ്രഡിക്ഷൻസ് തെറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആ കുട്ടികൾ തിരിച്ചു വരട്ടെ, ഇതെൻ്റെ തോന്നലുകൾ മാത്രമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നാളത്തെ ഇടപെടെ 3-ാം ദിവസം എന്നെ ഒന്ന് വിളിക്കാൻ വേണ്ടി പറഞ്ഞു. ആ പെൺകുട്ടിയുടെ തേങ്ങലുകൾ, ആ പെൺകുട്ടിയുടെ ദുഃഖം, ആ സ്വരത്തിലെ 2 പെൺകുട്ടികൾ, ഇല്ല 25 വയസ്സ് 23 വയസ്സുള്ള 2 പെൺകുട്ടികൾ വിവാഹാനന്ത പറയിൽ വെച്ച് ഫോട്ടോ എടുത്തിട്ട് അപ്രത്യക്ഷമാകുന്നു, കാണാനില്ലാതാകുന്നു. എൻ്റെ ഫലം ഇങ്ങനെയാണ്. ഒരു നായ് വീട്ടിൽ കിടന്ന് ഓലിയിടുന്നു, നദിയുമായിട്ട് ബന്ധപ്പെട്ടത് ഫലപ്രവചനം പറയുന്നു. രണ്ടാമത് ദൈവത്തിൻ്റെ ചിറകളിൽ അഭയം പ്രാപിച്ചു എന്നുള്ളത് ബൈബിളിൽ നിന്ന് തന്നെ കിട്ടുന്നു. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അന്ധവിശ്വാസം എന്ന് പറയാം. പക്ഷേ ഞാൻ ഓരോരുത്തരുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ചിട്ടുള്ള ഗീത വെച്ചിട്ട് ഭഗവത്ഗീത വെച്ചിട്ട് ഫലങ്ങൾ പറയാറുണ്ട്, ബൈബിൾ വെച്ച് പറയാറുണ്ട്, ഖുറാൻ വെച്ചും ഫലങ്ങൾ പറയാറുണ്ട്. അതെൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് എന്നെ തെറി പറയാൻ നിൽക്കണ്ട. എൻ്റെ വിശ്വാസം എന്നെ ഫോളോ ചെയ്യുന്ന ആയിരക്കണക്കിന് ആൾക്കാർക്ക്, ആയിരക്കണക്കിനെന്ന് ഞാൻ പറയുന്നുള്ളൂ, ആൾക്കാർക്ക് ആശ്വാസം കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാനൊരു അന്ധവിശ്വാസിയല്ല. ചില നിങ്ങളറിയാത്ത, ശാസ്ത്രമറിയാത്ത, ശാസ്ത്രം തിരിച്ചറിയാത്ത, ശാസ്ത്രം പരിഗണിക്കാത്ത ഒരുപാട് വഴികളിലൂടെ ഞാൻ കടന്നു പോവാണ്. അത് കഴിഞ്ഞ് 2 മണിയായപ്പോൾ വേറൊരാൾ വിളിച്ചെന്നെ ബാംഗ്ലൂരിൽ നിന്ന്. സ്വാമി, ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ്, ഞാൻ റേഡിയോളജിസ്റ്റാണ്. ഞാൻ സ്വാമി നാഗത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കട്ടെ. ഞാൻ പറഞ്ഞു, വേണ്ട, അല്ല സ്വാമി, അതിനകത്ത് കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്, അത് സയൻസുമായിട്ട്. ഞാൻ പറഞ്ഞു, സയൻസ് എനിക്ക് കേൾക്കണ്ട, ഞാൻ സയൻസിനെ കുറിച്ച് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞാൻ മണ്ണിൻ്റെ ഗന്ധമുള്ള, മണ്ണിൽ ജീവിക്കുന്ന, തന്ത്രശാസ്ത്രങ്ങളുമായിട്ട് ബന്ധമുള്ള, നാഗങ്ങൾ വന്ന് തലയിട്ടടിച്ച് വിഷമെടുത്ത് തലയിട്ടടിച്ച് മരിച്ച ഒരുപാട് തറവാടുകളുടെ മുറ്റത്തും ക്ഷയിച്ചു പോയ ആരൂഢത്തിനും നശിച്ചുപോയ പിളർന്നു പോയ അടിത്തറയുള്ള വീടുകളിൽ പോയി ഇരുന്ന് അത് തിരിച്ചറിഞ്ഞ ഒരാളാണ്. എനിക്ക് ശാസ്ത്രത്തിൻ്റെ അത്തരം വളർച്ചകളെക്കുറിച്ച് അറിയേണ്ട, താങ്കൾ തന്നെ താങ്കൾക്കറിയാവുന്നത് താങ്കൾ വിളിക്കുമ്പോൾ പറഞ്ഞു കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം ബൈ എന്ന് പറഞ്ഞു വെച്ചു. ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസ പ്രമാണം. ഞാൻ എൻ്റെ വിശ്വാസത്തിനനുസരിച്ചുള്ള, ഞാൻ പക്ഷെ പറയുന്നതല്ല, എൻ്റെ അനുഭവങ്ങൾ മാത്രമാണ്. ഞാനൊന്നും ക്രിയേറ്റ് ചെയ്ത് പറയാറില്ല, അനുഭവങ്ങൾ മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് ഇന്നത്തെ അനുഭവങ്ങൾ അങ്ങനെയാണ്. ഞാൻ രേവതി നക്ഷത്രത്തെക്കുറിച്ചും ഭരണി നക്ഷത്രത്തെക്കുറിച്ചും ബാക്കി പറയാനുണ്ട്. രേവതി നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ, രേവതി നക്ഷത്രത്തിൻ്റെ ഓരോ ദിവസത്തും മാറിയും മറിഞ്ഞിരിക്കുന്ന കാലഘട്ടമാണ്. സന്താനങ്ങളെ കൊണ്ടും കൊച്ചുമക്കളെ കൊണ്ടുള്ള ദുഃഖത്തിനുള്ള കാരണങ്ങൾ വളരെ വലുതാണ്. മാനസികമായ സംഘർഷം ഉണ്ടാക്കാനുള്ളതാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും അരയ്ക്ക് താഴോട്ടുള്ള രോഗാവസ്ഥയും നഖങ്ങൾ മുറിയാതെയും നോക്കണം. പ്രമേഹമുള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ്. പ്രമേഹമുള്ളവർ രക്തദൂഷ്യം വരാനുള്ള കാലഘട്ടമാണ്. ചെവിക്കും കഴുത്തിനുമുള്ള രോഗാവസ്ഥയ്ക്കുള്ള കാലഘട്ടമാണ്. പക്ഷേ നല്ല കാലമുള്ള ഒരു ലെയറിലൂടെ നിങ്ങൾക്ക് സുഗന്ധങ്ങളായിട്ടുള്ള ഒരു ലക്ഷണമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിനെയൊക്കെ അതിജീവിക്കാവുന്ന ദൈവികമായിട്ടുള്ള അനുഗ്രഹവും കൂടെ വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് സന്ധ്യയ്ക്ക് ഒരു വിളക്ക് കത്തിച്ച് വയ്ക്കുന്നതും പിന്നെ ലളിതശാസ്ത്രനാമം വായിക്കുന്നതും വളരെ നല്ലതായിരിക്കും. കൃഷ്ണതുളസി ഉണ്ടെങ്കിൽ വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് കൃഷ്ണതുളസി ഇട്ട് പിന്നെ ഇളം ചൂടുവെള്ളത്തിൽ കൃഷ്ണതുളസി ഇട്ടിട്ട് തിളപ്പിച്ച് കുളിക്കുന്നതും ഒരു നുള്ള മഞ്ഞപ്പൊടിയും ഒരു കല്ലുപ്പും കൂടെ ഇടുന്നത് വളരെ നല്ലതായിരിക്കും. രേവതി നക്ഷത്രത്തിനെ സൂക്ഷിക്കേണ്ട കാലഘട്ടമാണ്. പക്ഷേ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷേ മനസ്സിൻ്റെ ദുഃഖം മാറത്തില്ല. ഓരോ വിഭിന്നമായ മനസ്സിൻ്റെ ദുഃഖം മാറാത്തൊരു അവസ്ഥയുണ്ട്. ഭരണി നക്ഷത്രമാണെങ്കിലും അത് തന്നെ. ഭരണി നക്ഷത്രത്തിന് ഒരു സ്ഥിരമായ ചിന്തയുണ്ടാകാത്തൊരവസ്ഥയും കൂടെ ഇതിനകത്ത് കാണുന്നുണ്ട്. സ്ഥായിയായ ഒരു ഭാവമില്ലാത്ത, എവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സ്ഥായിയായ ഭാവമില്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഭരണി നക്ഷത്രക്കാർ അതുതന്നെ കല്യാണം നടന്നിട്ടില്ലെങ്കിൽ ആ കല്യാണം ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കണം. കാരണം ഭരണി നക്ഷത്രക്കാരുടെ സ്ത്രീകളുമായിട്ടുള്ള സൗഹൃദം കൊണ്ടുള്ള ദോഷദുരിതങ്ങളുടെ ഒരു കാലഘട്ടമാണുള്ളത്. അത് 30 ദിവസം കഴിഞ്ഞാണ് അതിൻ്റെ കൃത്യമായിട്ടൊരു ഫലം പറയാൻ പറ്റുള്ളൂ. ഏതെങ്കിലും പെൺകുട്ടികളായിട്ട് സൗഹൃദമുണ്ടെങ്കിൽ ആ സൗഹൃദത്തിന് നാശം സംഭവിക്കാനുള്ള ഒരു കാലഘട്ടമുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. വളരെ ഭരണി നക്ഷത്രക്കാർ സ്ത്രീ സൗഹൃദങ്ങൾക്ക് ദോഷം ഉണ്ടാകുന്ന കാലഘട്ടമാണ്. ജാതക പരിവിധി പ്രകാരം ദേവതി നക്ഷത്രത്തിനും ഭരണി നക്ഷത്രത്തിനും നല്ല കാലങ്ങളൊക്കെ ഉണ്ട് എന്നില്ലാന്ന് പറയുന്നില്ല. പക്ഷേ അത് നമ്മൾ സൂക്ഷിക്കുമ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ നക്ഷത്രങ്ങളുടെ ഒപ്പം തന്നെ എല്ലാ നക്ഷത്രങ്ങളുടെയും ഗുണകരമായ അവസ്ഥയിലൂടെ തന്നെ ഒരു ദൈവത്തിനോടൊപ്പം പിശാചും സഞ്ചരിക്കുന്ന പോലെയാണ്. ലക്ഷണശാസ്ത്രം എടുക്കുമ്പോഴത്തേക്ക് കാണുന്ന ചില കാര്യങ്ങളൊക്കെ ആണ്. ഈ വാഹനം, രേവതി നക്ഷത്രം വളരെ സൂക്ഷിക്കണം. വാഹനം
സന്താനങ്ങളുമായിട്ടുള്ള വഴക്കൂടുന്നത്, സന്താനങ്ങൾ കൊച്ചുമക്കളുമായിട്ട് വഴക്കൂടുന്നത്, കട്ടിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം. ഒരു വീഴ്ചയുടെ കാലഘട്ടമുണ്ട്. ഈ കറണ്ട് ഷോക്ക് അടിക്കാനുള്ളത്, അഗ്നിബാധ ഉണ്ടാകാനുള്ളൊരു സമയമുണ്ട് ഈ രേവതി നക്ഷത്രത്തിനുണ്ട് നല്ല പോലുള്ളത്. അതുകൊണ്ട് അത് സൂക്ഷിക്കേണ്ട കാലഘട്ടമാണ്. 30 ദിവസം കഴിഞ്ഞിട്ടുള്ള ഫലങ്ങൾ, ഞാൻ 90 ദിവസം വരെയുള്ള ഫലം നോക്കണ്ടെന്ന് പറയുമ്പോൾ ഓരോ 30 ദിവസം ഫലം മാറ്റി പറയാനുള്ള ഒരു ലക്ഷണം കിട്ടിയിട്ടുണ്ട്. അത് ഉത്തമത്തിലാണെങ്കിൽ നോക്കി പറയാം. എനിക്ക് എത്ര ദിവസം എങ്ങനെ വന്നിരുന്ന് പറയാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയൊന്നുമില്ല. എല്ലാ ദിവസവും നോക്കാനും പറ്റില്ല. കാരണം നല്ല തലവേദന വരും ഓരോന്ന് കഴിയുമ്പോഴത്തേക്ക്, ഓരോ ഫലങ്ങൾ പറഞ്ഞ് കഴിയുമ്പോഴത്തുണ്ടാകുന്ന മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഈ നക്ഷത്രക്കാർ രേവതി, ഞാൻ എല്ലാ നക്ഷത്രങ്ങളും ഒന്നുകൂടെ നോക്കണം. കാർത്തിക രോഹിണിയും തിരുവാതിര തിരുവോണവും രേവതിയും ഭരണിയും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വൃശ്ചിക രാശിക്കാരുടെ ഫലം ഞാൻ പറഞ്ഞു. വിഷാംശം തൊടുന്ന കാര്യം, എനിക്ക് ഇന്നലെ ഏറ്റവും എന്നെ ഒരുപാട് തവണ പാമ്പ് കുത്തിയ ആനിയമ്മയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പോയി കുക്കിയിലെ സർപ്പസംസ്കാര പൂജ ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അവ ചെയ്തിട്ട് എന്നെ മെനിഞ്ഞാന്ന് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സ്വാമി എന്നെ പാമ്പൊന്നും ഒരുപാട് തവണ പാമ്പ് കുത്തിയതാണ്. ഞാൻ പറഞ്ഞു, സർപ്പസംസ്കാര പൂജ ചെയ്തുകൊണ്ട് പാമ്പൊന്നും കൊത്തത്തില്ല, അതെന്തായാലും അത് സർപ്പത്തിനെ കൊടുത്തില്ലോ, അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടാവില്ല എന്ന്. ഇന്നലെ പാമ്പുകൾ ഒരുപാടത്തിനെ കുത്തി. ആനിയമ്മ ഇന്നലെ എന്നെ വിളിച്ചില്ല, അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ വിളിക്കുകയാണ്. ഇനി വല്ല അബദ്ധത്തിലും പുല്ല് വെട്ടാൻ അങ്ങനെ ഇറങ്ങി പോകുന്നതാണ്, മുറ്റത്തങ്ങനെ ഇറങ്ങി ഇതപ്പോൾ കൊത്തിയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ ഞാനത് ഓർത്ത് കിടന്നുകൊണ്ട് അറിയുന്നില്ല ആനിയമ്മയെ പാമ്പ് കുത്തിയതായിട്ട് എനിക്കിങ്ങനെ തോന്നി. ആനിയമ്മ ഇത് കേൾക്കണമെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണം. കാരണം ആനിയമ്മയെ കൊത്തുന്നത്, എല്ലാ പാമ്പും കൊല്ലാനാണ് കൊത്തുന്നത്, ആനിയമ്മയ്ക്ക് ജീവൻ കൊടുക്കാനാണ് കൊത്തുന്നത്. അതാണ് ആനിയമ്മയുടെ ശരീരത്തിലുള്ള അത്ര പുണ്യം ചെയ്ത സ്ത്രീയാണ്. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചു നോക്കി, സ്വാമി ഞാൻ കുറച്ച് പൈസ അയച്ചു തരട്ടെ. ഞാൻ പറഞ്ഞു, വേണ്ട, ആവശ്യമില്ല, എന്നെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാൻ ആനിയമ്മയുടെ ഇത് മേടിച്ചോളാം എന്ന് പറയും. അപ്പോൾ എന്നെ ഇന്നലെ വിളിച്ചില്ല. ആനിയമ്മ ഇത് കേൾക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് പറയണം, ഒരുപാട് തവണ പാമ്പ് കൊത്തിയതാണ്, ഞാൻ ആനിയമ്മയുടെ ഒരു ഇൻ്റർവ്യൂ ഇതിനകത്ത് കൊടുത്തതുമാണ്. അപ്പോൾ ഇന്നലെ എന്നെ വിളിച്ചില്ല. ഞാനിങ്ങനെ പാമ്പ് കൊത്തുന്നതായിട്ട്, ആനിയമ്മയെ പാമ്പ് കൊത്തുന്നതായിട്ട് സ്വപ്നം കണ്ടു. ഞാനങ്ങനെ കാണുന്നതല്ല. അപ്പോൾ കൊത്തിയിട്ടില്ലെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണം. കൊത്തിയാൽ തന്നെ അത് ദോഷകരമാവില്ല, അത് മൃത്യുവല്ല എന്നുള്ളത് ഞാൻ ഇന്നലെ രാത്രി മനസ്സിലാക്കി. അപ്പോൾ അത് ശക്തിയാണ് എന്നുള്ളത് പറയുകയാണ്. മൃത്യുവൊക്കെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ദൈവം വിളിക്കുമ്പോൾ പൊക്കോട്ടെ. പാമ്പ് കൊത്തുന്നത്, പാമ്പിൻ്റെ വിഷം ഏറ്റവും ഉത്തമമാണ്. പാമ്പിൻ്റെ വിഷം ഞാൻ പാമ്പിൻ്റെ വിഷം തന്നെയാണ് എടുക്കുന്നത്. ശാസ്ത്രം പലതും പറയും, എന്നെ തെറി പറയുന്ന ഒരുപാട് പേരുണ്ട്. എന്നാലും ഞാൻ അതിനേക്കാൾ മനുഷ്യൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും അവൻ്റെ വിഷമങ്ങളും ഒക്കെ പറയുള്ളൂ. നക്ഷത്രങ്ങളെ ഗ്രഹിക്കുമ്പോൾ, ഈശ്വര, ഈ നക്ഷത്രക്കാർക്ക് ഇങ്ങനെ ദോഷം വരാൻ പോവുകയാണല്ലോ, ഞാനിത് പറയണമോ എന്ന് ഞാൻ ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചറെ ഞാൻ ഈ നക്ഷത്രം പറയുമ്പോൾ ഇതാ ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ കാണണോ? ഞാൻ പറയുമ്പോൾ സ്വാമി പറഞ്ഞു, അത് പറയൂ, അതിൻ്റെ പരിഹാരം കൂടെ. പക്ഷേ പരിഹാരങ്ങൾ പലതിനും വളരെ കുറവാണ്. ഒന്ന്, ക്ഷേത്ര പരിഹാരങ്ങളിൽ വലുതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ക്ഷേത്ര പരിഹാരങ്ങൾ ചെയ്യുന്നവർ അത്ര ഉത്തമത്തിൽ ചെയ്യുന്നതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഭയങ്കര ശക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആറ്റുകാൽ ക്ഷേത്രത്തിലെ ദർശനങ്ങൾ വളരെ നല്ലതാണ് തിരുവനന്തപുരത്ത്. അതുകൊണ്ട് സ്ത്രീകൾ ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ, ആറ്റുകാലമ്മയ്ക്ക് നിങ്ങൾ പ്രാർത്ഥിക്കണം. ആറ്റുകാലമ്മയുടെ അവിടെ ഒന്ന് എന്തുകൊണ്ടാണെന്ന് എനിക്ക്, ഞാൻ കരിക്കൽ ക്ഷേത്രത്തിൻ്റെ ആളാണ്. ഞാൻ എന്നാലും ഈ ടീച്ചർ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ ആളാണ്. ഞാൻ അവിടെ പോകുമ്പം നിങ്ങളൊരു നേർച്ചയെങ്കിലും പറഞ്ഞ് ഒരു പൊങ്കാല ഇട്ടേക്കാം എന്ന് പറഞ്ഞാൽ പോലും മാറ്റം ഉണ്ടാകും. അതുകൊണ്ട് രേവതി നക്ഷത്രക്കാരും ഭരണി നക്ഷത്രക്കാരും ആറ്റുകാലമ്മയ്ക്ക് അടുത്ത പൊങ്കാലയ്ക്കെങ്കിലും ഒരു പൊങ്കാല പറയണം. തിരുവാതിര രോഹിണി നക്ഷത്രക്കാർ പറയണം, അത് ഇഷ്ടത്തിനനുസരിച്ച് പറയണം. കാർത്തിക രോഹിണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന കാലഘട്ടം ഏറ്റവും ഉത്തമമായ കാലഘട്ടമാണെങ്കിൽ പോലും ദോഷദുരിതങ്ങളും കൂടെ നിങ്ങൾ ഒപ്പം സഞ്ചരിക്കുന്നവരാണ്. ഒരു വശത്തുകൂടെ എല്ലാ സൗഭാഗ്യങ്ങളും, മറ്റവശത്തൂടെ എല്ലാ ദുരന്തങ്ങളും ഒരുമിച്ച് രണ്ടുപേരും സഞ്ചരിക്കുന്നതായതുകൊണ്ട് അതിങ്ങനെ നാഗഭണം, വിഷം, പാമ്പ് നഖം ഉണർത്തിയിരിക്കുന്ന പോലെയാണ് നക്ഷത്രങ്ങൾ. ഞാൻ രണ്ട് വശവും നോക്കുന്നതുകൊണ്ടാണ് ഈ പറയുന്നത്. അതുകൊണ്ട് എവിടെയെങ്കിലും നമ്മുടെ ശ്രദ്ധ ഒന്ന് പോയാൽ നമുക്ക് അപകടങ്ങളുണ്ടാവും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഓം നമോ നാരായണായ, ഓം നമോ നാരായണ എന്നുള്ളത് 8 തവണയും ഓം നമ ശിവായ എന്നുള്ളത് 8 തവണയും ജപിച്ചിട്ട് കിടക്കുക. ഒരു ഉറങ്ങുന്നതിനൊരു അരമണിക്കൂർ മുമ്പ് മൊബൈലുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും മാറ്റി വെക്കണം. തലച്ചോറിന് ശാന്തി കൊടുക്കണം. നമ്മൾ മൊബൈൽ കണ്ടുകൊണ്ട് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഹീറ്റ് കൂടുതലാവും, നമ്മുടെ തലച്ചോറിൻ്റെ ശാന്തി പോകും എന്ന് പറയുകയാണ്. അതുകൊണ്ട് ദൈവികമായിട്ടുള്ള ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള ജപങ്ങളോടുകൂടി, സർപ്പമന്ത്രം എല്ലാവർക്കും ജപിക്കാൻ പറ്റില്ല. അത് എന്നെ നേരിട്ട് വന്ന് കാണുന്നവരടുത്ത് ഞാൻ ചില പരിഹാരക്രിയകൾ പറഞ്ഞിട്ട് ഞാനത് ചെയ്തു തരാം. പിതൃദോഷങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ നക്ഷത്രങ്ങളെക്കുറിച്ചും ഞാൻ പഠിച്ച് പറയാൻ പറ്റും. പറയുന്ന നക്ഷത്രങ്ങളെക്കുറിച്ച് തന്നെ വീണ്ടും പറയും. എല്ലാ ആഴ്ചയിലും പറഞ്ഞ നക്ഷത്രങ്ങളെ ഒന്നുകൂടെ നോക്കാറുണ്ട്, എന്തെങ്കിലും അപകടകരമായ കാര്യങ്ങളുണ്ടോ എന്ന്. അപ്പോൾ എന്തായാലും വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.